ചെങ്കൊടിയെ നെഞ്ചിലേറ്റി പാർട്ടി സമ്മേളന വേദിയിൽ ആവേശം വിതറുന്ന സ്ഥിരം സാന്നിധ്യമായ ചിലരുമുണ്ട്. അങ്ങനെ ഒരാളാണ് സഖാവ് പി.കെ. സുകുമാരൻ. മധുരയിൽ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് വേദിയിലും പ്രായം തളർത്താത്ത ആവേശവുമായി പി.കെ. സുകുമാരൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. പാർട്ടി കോൺഗ്രസുകളിലും പാർട്ടി സമ്മേളനങ്ങളും സ്ഥിരം സാന്നിധ്യമാണ് പി.കെ. സുകുമാരൻ എന്ന ആലപ്പുഴക്കാരൻ. അദ്ദേഹം മധുരയിലും എത്തിയിരിക്കുകയാണ്. എങ്ങനെ എത്തിയത്? ബസ്സിനായെത്തിയത്. നടക്കാൻ പറ്റിയായിരുന്നായി. 92 വയസ്സായപ്പോഴത്തേക്ക് മറ്റേ എല്ലായിടും നടന്നേ ഞാൻ പോവുള്ളൂ. ഏത് പാർട്ടി കോൺഗ്രസിനായാലും ഇങ്ങനൊരു വയസ്സ് നടന്നു പോകുമ്പം 4 പേരെ കൂടെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുക നടപ്പുണ്ട്. അതിനാ നടക്കുന്ന അധികം. ആദ്യ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അന്നത്തെ ജനറൽ സെക്രട്ടറി എനിക്ക് സുർജിത് സിംഗ്, ഹർകിഷൻ സിംഗ് സുർജിത്. ഇവിടെയാണെന്നാ തോന്നുന്നത്. അന്ന് കണ്ടിരുന്നോ? പിന്നെ നേരിട്ട് കണ്ട് സംഭാഷണമൊക്കെ ചെയ്തു. അന്ന് എത്ര വയസ്സുണ്ട്? 14ാമത്തെ വയസ്സ് വീട്ടിൽ വിട്ട് ഈ ഇത് കൂടുന്നത് എനിക്ക് അന്ന് 20 വയസ്സ് ഏതാണ്ട് ഉള്ളെന്നാ തോന്നുന്നത്. പാർട്ടി കോൺഗ്രസ് അത് മുതൽ ഒരു പാർട്ടി കോൺഗ്രസും മിസ്സാക്കിയിട്ടില്ല. എല്ലാത്തിലും എല്ലാത്തിനും. എന്താ ചെയ്യുന്ന? ഇപ്പം പണിയൊന്നും എടുക്കാൻ മേലാത്തോണ്ട് ലോട്ടറി കച്ചവടമാണ്. അതിൽ നിന്ന് എൻ്റെ ജീവിതം നടക്കും. സാധുക്കളെ കണ്ട അവർക്ക് കൊടുക്കും. പിന്നെ ഉള്ളത് പാർട്ടി ഫണ്ടിന് കൊടുക്കും. കുടുംബം ഒന്നും ഇങ്ങനെ ദിവസങ്ങൾ മുമ്പ് നടന്നു പോകുമ്പോഴൊന്നും പറയില്ല. ഒന്നും പറയാം. അവരും പാർട്ടിക്കാരാ. ലോകത്തിൽ ഇതുപോലൊരു പ്രസ്ഥാനമില്ല. ആരും കാർൽ മാർക്സ് ആയിരിക്കുന്ന മനുഷ്യന് എഴുതിയ തത്വം അതുകൊണ്ട് ലോകത്തിൽ ആരും എഴുതിയിട്ടില്ല, എഴുതിയേയില്ല അദ്ദേഹം എഴുതിയ തത്വം പോലെ. ഇപ്പം ജനറൽ സെക്രട്ടറി ഇല്ല പാർട്ടിക്ക്. ഇത്തവണ ജനറൽ സെക്രട്ടറി ഇല്ലാതെയാണ് ഒരു പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ആരാവാൻ ആഗ്രഹിക്കുന്നത്? എന്റെ ആഗ്രഹം പലരും ഉണ്ട്. ഒന്നിലെ പ്രകാശ് കരാട്ട, അല്ലെങ്കിൽ എന്നേക്ക് നല്ല കഴിവുള്ള അധികാരമോഹമൊന്നുമില്ല, പിടിച്ചേൽപ്പിച്ചാലേ ആകുള്ളൂ എന്നൊരു അഭിപ്രായം ഉണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല എങ്കിലും പാർട്ടി കോൺഗ്രസുകളിലും സമ്മേളനങ്ങളിലും ആവേശമാണ് സഖാവ് പി.കെ. സുകുമാരൻ എന്ന ഈ 92കാരൻ. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അപ്പോൾ അതാണ് ആ കഥ. നമ്മളെ മനസ്സിനെ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു മെമ്പർഷിപ്പോ നേതൃത്വത്തിലെ എന്തെങ്കിലും പദവിയോ ഒന്നുമില്ല. ഇപ്പോഴും കയ്യിൽ കിട്ടുന്ന ആ ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശ് സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടി പറയുന്ന തത്വശാസ്ത്രം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നി. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടി ചേർത്ത് പിടിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആകെപ്പാടെ 140 MLA-മാരുള്ള കേരളത്തിലെ MLA മോഹവുമായും മന്ത്രിമോഹവുമായും ഒക്കെ പാർട്ടികളിലേക്ക് വരുന്നവരാണ് കൂടുതൽ പേരും. പക്ഷേ ഇങ്ങനെയുള്ള അതെന്തായാലും നന്നായി ബൽറാം ആ സ്റ്റോറി ചെയ്തു.